ഈ ചോദ്യങ്ങളിലൂടെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. അതിൽ ഒന്ന്, ഔലിയാക്കന്മാരുടെ മഹത്വം വിശദീകരിച്ചുകൊണ്ട് ഔലിയാക്കളോട് തേടണമെന്ന് പറയുന്നത് പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്വങ്ങൾ വിശദീകരിച്ചുകൊണ്ട് റഹ്മാനായ റബ്ബിനോട് നിങ്ങളുടെ സങ്കടങ്ങൾ പറയൂ എന്ന് ഈ മുസ്ലിയാക്കന്മാർ എന്തുകൊണ്ടാണ് പ്രഭാഷണം നടത്താത്തത്? നിങ്ങൾ ശ്രദ്ധിക്കുക. നമുക്കറിയാം അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ് എന്നും എന്ത് ചോദിച്ചാലും നൽകാൻ കഴിവുള്ളവൻ അള്ളാഹു മാത്രമാണ് എന്നും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാൻ കഴിയുന്നവൻ അള്ളാഹുവാണെന്നും പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചിട്ടുള്ളത് അള്ളാഹുവാണെന്നും അവനേക്കാൾ വലിയവനായി ആരുമില്ല എന്നുമുള്ള വിഷയത്തിൽ ആർക്കും തർക്കമില്ല, മുസ്ലിമീങ്ങൾക്ക് ആർക്കും തർക്കമില്ല. എന്നിരിക്കെ ആ റഹ്മാനായ റബ്ബിന്റെ മഹത്വം പറഞ്ഞ് നിങ്ങൾക്ക് എന്ത് വിഷമമുണ്ടായാലും രോഗമുണ്ടായാലും സങ്കടമുണ്ടായാലും അള്ളാഹുവിനെ വിളിക്കൂ എന്ന് ഈ കൂട്ടർ പറയുന്നില്ല. മറിച്ച് ഇവരൊക്കെ ജനങ്ങളുടെ മുമ്പിൽ വന്ന് വിശദീകരിക്കുന്നത് ഇന്നാലിന്ന ജാറത്തിലേക്ക് പോകൂ, ഇന്ന വലിയനെ വിളിക്കൂ എന്നാണ്. അവിടെ എന്തോ ഒരു തട്ടിപ്പില്ലേ സഹോദരങ്ങളെ? എന്തോ ഒരു ദുരുദ്ദേശം ഉള്ളതുകൊണ്ടാണല്ലോ അവർ അങ്ങനെ ചെയ്യുന്നത്. ഇനി നിങ്ങൾ നോക്കൂ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നമുക്കറിയാം സൃഷ്ടികളിൽ ശ്രേഷ്ഠനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവർ ഈ പറയുന്ന വ്യാഖ്യാനപ്രകാരം ഇവർ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിക്കുന്ന വിഷയത്തിലേക്കാണല്ലോ. അത് ശരിയാണ് എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്, മറിച്ച് ചിന്തിക്കാൻ വേണ്ടി പറയുകയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ഇവർ നബിയോട് പ്രാർത്ഥിക്കാറുണ്ട്, നബിയുടെ മഹത്വങ്ങൾ പറയാറുണ്ട്. പക്ഷേ CM മടവൂരിനെ കുറിച്ചോ മൊഹീദ്ദീൻ ഷെയ്ഖിനെ സംബന്ധിച്ചോ ഒക്കെ സമൂഹത്തിൽ വിശദീകരിച്ചു പറയുന്നത് പോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇവർ വിശദീകരിക്കാറില്ല. എന്തുകൊണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജാറം ഒരു വരുമാന മാർഗമായി ഉപയോഗപ്പെടുത്താൻ കഴിയില്ല. അതുകൊണ്ട് നബിയുടെ പോരിശ വലിയ രൂപത്തിൽ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് ഇവർക്കറിയാം. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് മടങ്ങൂ എന്ന് ജനങ്ങളോട് പറഞ്ഞാൽ അതും വരുമാനമുണ്ടാക്കാൻ പറ്റുന്നൊരു വഴിയല്ല എന്നും ഇവർക്കറിയാം. ഇനി അതേപോലെ നിങ്ങൾ നോക്കൂ, സഹാബികൾ, അമ്പിയാക്കൾ കഴിഞ്ഞാൽ പിന്നെ ലോകത്തിലെ ഏറ്റവും മഹത്വമേറിയവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുതൽ ഇങ്ങ് തുടങ്ങുന്ന മഹാന്മാരായ സ്വഹാബികൾ. ഈ സ്വഹാബികളെ സംബന്ധിച്ച് ഈ രൂപത്തിൽ വിശദീകരിച്ചിട്ട് നിങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചോളൂ, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഇവരുടെ ഒരു വയല് നിങ്ങൾക്ക് കേൾക്കാൻ സാധിച്ചിട്ടുണ്ടോ? സാധിക്കുകയില്ല. എന്തുകൊണ്ട്? അതും ഒരു വരുമാന മാർഗമായി ഇവർക്ക് ഉപയോഗിക്കുക സാധ്യമല്ല. ഇനി പോകട്ടെ, കർമ്മശാസ്ത്ര പണ്ഡിതന്മാരിൽ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി, ഇവർ ഏറെ മഹത്വം പറയുന്ന മഹാപണ്ഡിതനാണല്ലോ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി. അതേപോലെ തന്നെ മദ്ഹബിന്റെ മറ്റു ഇമാമിയങ്ങൾ, ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി, അബൂ ഹനീഫ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ, പിന്നീട് മുഹദ്ദിസീങ്ങളായ ഇമാം ബുഖാരി, മുസ്ലിം തുടങ്ങിയ ധാരാളം മുഹദ്ദിസുകൾ, ലോകത്തിന് സേവനം ചെയ്തവർ, ഇൽമു കൊണ്ട്, അറിവ് കൊണ്ട്, വിജ്ഞാനം കൊണ്ട് എക്കാലഘട്ടത്തിലെയും മുസ്ലിമീങ്ങൾക്ക് ഉപകാരമുള്ളവരാണ് ഇവരൊക്കെ. നേരെ മറിച്ച് CM വലിയുല്ലാഹി അള്ളാഹുവിന്റെ ദീനുമായി ബന്ധപ്പെട്ട് ഒരു കിതാബെങ്കിലും എഴുതിയിട്ട് ആ നിലക്കെങ്കിലും മനുഷ്യന്മാർക്കൊരു ഉപകാരമുണ്ടായിട്ടുണ്ടോ എന്ന് മാത്രമല്ല, നേരത്തെ നൗഷാദ് ഹസനിയൊക്കെ പറഞ്ഞതുപോലെ നമസ്കരിക്കാറുണ്ടായിരുന്നില്ല. എന്നിട്ട് പറയാണ്, അവർക്കായി നിശ്ചയിച്ച വേറെ സ്ഥലത്തും നമസ്കരിക്കുന്നുണ്ട്, വലിയകളുടെ നമസ്കാരങ്ങൾ നിങ്ങൾ അന്വേഷിക്കേണ്ടതില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചത് നബിയുടെ കുടുംബക്കാരും കണ്ടിട്ടുണ്ട്, മുഴുവൻ സ്വഹാബികളും കണ്ടിട്ടുണ്ട്. സഹാബത്തിന്റെ നമസ്കാരം കണ്ടിട്ടുണ്ട്, ഫുഖഹാക്കളുടെ നമസ്കാരം കണ്ടിട്ടുണ്ട്. ഇവരെല്ലാം സമൂഹത്തിന്റെ മുന്നിൽ ആളുകൾ കാണെ നമസ്കരിച്ചവരാണ്. എന്നിരിക്കെ ഇദ്ദേഹം മാത്രം ഒരു പ്രത്യേക സ്ഥലത്ത് പോയാണ് നമസ്കരിക്കുന്നത് പറഞ്ഞാൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ ലളിതമാണ്. നമസ്കരിക്കാറില്ല, നമസ്കരിക്കാത്ത ആളാണ്, ഭ്രാന്തനായിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇത്തരം ആളുകളെ ഇവർ പൊക്കിപ്പിടിക്കുകയും ലോകത്തിന് സേവനം ചെയ്ത മഹാപണ്ഡിതന്മാരെ കുറിച്ചൊന്നും, മുഫസ്സിരീങ്ങളായ ആളുകൾ, വലിയ വലിയ തഫ്സീറുകൾ എഴുതിയ ആളുകൾ, അവരെക്കുറിച്ചൊന്നും പറയാത്ത കാര്യങ്ങൾ, ഇതേപോലെയുള്ള ചില നമസ്കരിക്കാത്ത ഭ്രാന്തന്മാരായി നടന്ന, ഇസ്ലാമിന്റെ ശരീഅത്തിന്റെ നിയമങ്ങളൊന്നും പാലിക്കാത്ത ചില ആളുകൾക്ക് ഇവർ നൽകുന്നതിന്റെ ഗുട്ടൻസ് എന്താണ്? സാധാരണക്കാരായ ആളുകളെ നിങ്ങൾ ചിന്തിക്കൂ. തീരെ വിദ്യാഭ്യാസമില്ലാത്തവരൊന്നുമല്ലല്ലോ നമ്മൾ. ഈ രൂപത്തിൽ ഈ ആളുകൾ വിശദീകരിക്കുമ്പോൾ അവരുടെ മുന്നിൽ പോയി ഇരുന്നു കൊണ്ട് അതൊക്കെ തലയാട്ടി അംഗീകരിച്ച് ചിരിച്ച് അവരെ മഹത്വപ്പെടുത്തി അവരെ സഹായിച്ച് നിങ്ങൾ തിരിച്ചു പോരുമ്പോൾ മനസ്സിലാക്കണം, നാളെ ഒരു പരലോകമുണ്ട്, ഒരു മരണം വരാനുണ്ട്, ചോദ്യം ചെയ്യുന്ന ഒരു വേദി വരാനുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെയാണ് മലക്കുകളുടെ കാര്യവും. ഫൽ മുദബ്ബിറാത്തി അംറ എന്ന വിഷയത്തിൽ അത് മലക്കുകളാണ് എന്ന് വ്യക്തമായ ഇജ്മാ ഉണ്ടായിട്ടും മലക്കുകളിലേക്ക് ഇവർ ജനങ്ങൾ അധികം ക്ഷണിക്കാത്തത് എന്തുകൊണ്ടാണ്? അവിടെയും മലക്കുകളുടെ പേരിൽ, കാരണം അവരുടെ പേരിൽ ജാറമുണ്ടാക്കാനും നേർച്ചയും ഉറൂസും ഒന്നും കഴിക്കാനും കഴിയില്ല എന്നുള്ളത് ഇവർക്ക് അറിയാം.
അപ്പോൾ പിന്നെ ഫൽ മുദബ്ബിറാത്തി അംറ എന്ന് പറഞ്ഞുകൊണ്ട് അതൊക്കെ ഈ പറയപ്പെട്ട ഔലിയാക്കളുടെ അർവാഹുകളാണ് എന്നതിന് ഇവർക്ക് എവിടെ നിന്നാണ് തെളിവ് ലഭിച്ചിട്ടുള്ളത്? വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യമാണ്. എവിടെ നിന്ന് തെളിവ് കിട്ടി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചിട്ടില്ല ജീവിതത്തിൽ ഒരിക്കൽ പോലും. ഇത് ഇത്രയും ഗൗരവപ്പെട്ട ഒരു വിഷയമാണെങ്കിൽ, മലക്കുകളെപ്പോലും നിയന്ത്രിക്കുന്നത് വലിയകളാണെങ്കിൽ, അവരോട് നമുക്ക് നമ്മളുടെ സങ്കടങ്ങളൊക്കെ പറഞ്ഞ് വിഷമങ്ങൾ പറഞ്ഞ് ദൂരീകരിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ഖുർആനിൽ ഒരു സൂചനയെങ്കിലും തരില്ലേ പ്രിയപ്പെട്ടവരെ? എന്തെല്ലാം വിഷയങ്ങൾ, മലമൂത്ര വിസർജന മര്യാദകൾ വരെ പരിശുദ്ധ ഖുർആനിലുണ്ട്, പ്രവാചകന്റെ വചനങ്ങളിലുണ്ട്. പക്ഷെ അവിടെയൊന്നും ഈ കാര്യം പറയപ്പെട്ടിട്ടില്ല. സ്വഹാബികൾ വിശദീകരിച്ചിട്ടില്ല, ഫുഖഹാക്കൾ വിശദീകരിച്ചിട്ടില്ല. ഇവരാരും വിശദീകരിക്കാത്ത ഈ കാര്യം പിന്നെ ഇവർക്ക് എവിടുന്ന് ലഭിച്ചു? CM മടവൂരിന് എല്ലാം അറിയാൻ സാധിക്കും. എല്ലാ നന്മകളും അയാളിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ആ വ്യക്തി മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിവുള്ള ആളാണ്, മഴ പെയ്യിപ്പിക്കാൻ കഴിവുള്ള ആളാണ്, എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നതാണ് എന്നൊക്കെ പറയണമെങ്കിൽ ഇതിന്റെ പ്രമാണം വേണ്ടേ? എന്താണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ ഈ പ്രമാണം ചോദിക്കാത്തത്? എങ്കിൽ അള്ളാഹുവിൽ നിന്ന്, പ്രവാചകനിൽ നിന്ന് അതിൽ നിന്ന് പ്രമാണം ലഭിച്ചിട്ടില്ലെങ്കിൽ അറിയുക, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഹൽ ഉനബ്ബിഉകും അലാ മൻ തനസ്സലു ശയാത്തീൻ. പിശാചുക്കൾ കൂട്ടം കൂട്ടമായി ആരുടെ മേലാണ് ഇറങ്ങുന്നത് എന്ന് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? തനസ്സലു അലാ കുല്ലി അഫാക്കിൻ അസീം. പെരും കള്ളന്മാരായ കുറ്റകൃത്യത്തിന്റെ ആളുകളായ ആളുകളിലേക്ക് പിശാചുക്കൾ കൂട്ടം കൂട്ടമായി ഇറങ്ങുന്നു. യുൽഖൂന സമഅ. അങ്ങനെ പിശാചുക്കൾ ചൊല്ലിക്കെടുക്കുന്നതിന് ഇവർ ചെവിയോർക്കുന്നു. വ അക്സറുഹുമുൽ കാദിബൂൻ. അവരിൽ മഹാഭൂരിപക്ഷവും പെരും നുണയന്മാരാകുന്നു. ശുദ്ധമായ കളവുകളാണ് ഈ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഷെയ്ഖുന പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ അറബിയിലും മലയാളത്തിലൊക്കെ പറയുമ്പോൾ ആളുകളുടെ വിചാരം ഖുർആനിൽ നിന്നെങ്ങാൻ ഉദ്ധരിച്ചു പറയുകയാണ് എന്നാണ്, ഹദീസിൽ നിന്ന് ഉദ്ധരിക്കുകയാണെന്നാണ്, തഫ്സീറിൽ നിന്ന് ഉദ്ധരിക്കുകയാണ് എന്നാണ്. ഒരാൾ വന്നിട്ട് ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞാൽ അത് അംഗീകരിക്കാനാണോ മുസ്ലിമീങ്ങൾ ഇവിടെ ഉള്ളത്? പിന്നെ ഖുർആൻ എന്തിനാണ്? പിന്നെ എന്തിനാണ് പ്രവാചകൻ? പിന്നെ എന്തിനാണ് സ്വഹാബികൾ? പിന്നെ എന്തിനാണ് ഇവിടുത്തെ ഫുഖഹാക്കൾ? പിന്നെ എന്തിനാണ് ഇവിടുത്തെ തഫ്സീറുകൾ? ഓരോരുത്തരും വന്ന് ഞാനാണ് വലിയ, ഞാനാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത്, നിങ്ങൾ എന്നെ ആരാധിക്കണം, എന്നെ നോക്കുന്നത് ഇബാദത്താണ് എന്നൊക്കെ പറഞ്ഞു എന്ന് തട്ടിവിടുകയാണ്. ഇതൊക്കെ എന്ത് പ്രമാണമാണുള്ളത്? അപ്പോൾ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കുക, അത് പിശാചുക്കൾ ഇറങ്ങിക്കൊണ്ട് പറയുന്നതാണ്. പിശാചുക്കൾ, ഹൽ ഉനബ്ബിഉകും അലാ മൻ തനസ്സലു ശയാത്തീൻ. പിശാച് ഇറങ്ങുകയാണ്. തനസ്സലു അലാ കുല്ലി അഫാക്കിൻ അസീം. പെരും കള്ളന്മാരാണിവർ, പെരും നുണയന്മാരാണിവർ. ഈ ആളുകൾക്ക് പിശാചാണ് ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. ഇസ്ലാമിക പ്രമാണങ്ങളിൽ എവിടെയും നിങ്ങൾക്ക് ഇത് കാണുക സാധ്യമല്ല. അവർ ചെവി കൊടുത്ത് കേൾക്കുന്നു. വ അക്സറുഹുമുൽ കാദിബൂൻ. അതുകൊണ്ട് വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കി തൗഹീദിലേക്ക് മടങ്ങുക, ഷിർക്കിന്റെ ആളുകളെ തിരിച്ചറിയുക. തൗഹീദ് മനസ്സിലാക്കിയ, ഷിർക്കിന്റെ ഗൗരവം മനസ്സിലാക്കിയ ഓരോ മുസ്ലിമും ഈ ആളുകൾക്കെതിരെ രംഗത്ത് വരണം. കാരണം ഈ ലോകമല്ല, പരലോകമാണ് നഷ്ടപ്പെടുന്നത്. ഈ ലോകത്തിന്റെ കാര്യത്തിൽ വലിയ ഉത്കണ്ഠയാണ്. രാഷ്ട്രീയ വിഷയങ്ങൾ, അതേപോലുള്ള വിഷയങ്ങൾ, അതിനൊക്കെ നമ്മൾ സംസാരിക്കുന്നതിനേക്കാൾ നമ്മൾ എല്ലാ ഊർജവും തൗഹീദ് പ്രചരിപ്പിക്കുവാനും ഈ ഷിർക്കിന്റെ ആളുകളെ തുറന്നു കാണിക്കുവാനും നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഇല്ലായെങ്കിൽ വളരെ വലിയ അപകടമാണ് ഇരുലോകത്തും വരാനുള്ളത് എന്ന താക്കീതോടുകൂടി തൽക്കാലം ഈ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. وما تشاءون إلا أن يشاء الله إن الله كان عليما حكيما.